കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ ടൂറിസം മേഖല നേരിടുന്ന തളർച്ചയ്ക്ക് ഓണക്കാലത്തോടെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴക്കാല സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന നിരോധനവുമാണ് സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കിയത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആരംഭിച്ചതായി DTPC അധികൃതരും അറിയിച്ചു. സ്വാതന്ത്ര്യദിനം ഉൾപ്പെടെയുള്ള 2 പൊതു അവധികൾ ഈ മാസം ഉണ്ടായിരുന്നെങ്കിലും മേഖലയിൽ കാര്യമായ പ്രയോജനമുണ്ടായില്ല. മിക്ക ഹോട്ടലുകളിലും നേരത്തെ ലഭിച്ച ബുക്കിംഗുകൾ പലതും റദ്ദാക്കപ്പെട്ടു. ഓണാവധി പ്രമാണിച്ചുള്ള ബുക്കിംഗ് നടക്കേണ്ട സമയമാണിപ്പോൾ. എന്നാൽ ഇടയ്ക്കിടെ വരുന്ന മഴ മുന്നറിയിപ്പുകളും മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളും മൂലം ടൂറിസം മേഖല പ്രതിസന്ധിയിലായി. തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികൾ എത്തുന്നത് മാത്രമാണ് ആശ്വാസം. മൺസൂൺ ടൂറിസം സീസണിൽ തിരിച്ചടി നേരിട്ട മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇനിയുള്ള പ്രതീക്ഷ ഓണക്കാലത്തെ തിരക്കാണ്. എന്നാൽ ഇത്തവണ മഴക്കാലത്തേക്കുള്ള മുൻകൂർ ബുക്കിംഗുകൾ കാര്യമായി ലഭിച്ചിട്ടില്ലെന്നാണ് റിസോർട്ട് ഉടമകൾ പറയുന്നത്. മിക്ക റിസോർട്ടുകളിലും 40% ബുക്കിംഗുകൾ മാത്രമാണ് ഓണം സീസണിൽ ലഭിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലവും മോശം കാലാവസ്ഥയുമാണ് ബുക്കിംഗിൽ കുറവ് വരുത്തിയതെന്നാണ് റിസോർട്ട് ഉടമകളുടെ വിശദീകരണം. ഓണം അവധിക്കാലത്ത് സഞ്ചാരികളുടെ വരവ് മുന്നിൽ കണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയതായി DTPC അധികൃതരും വ്യക്തമാക്കി. നമ്മുടെ ഇടുക്കി ജില്ലയിലെ പല സെന്ററുകളിലും നേരത്തെ ഓരോരോ പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭവും ദുരന്തവും അതുപോലെ ഉള്ള നിയന്ത്രണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സഞ്ചാരികളുടെ വരവ് ഗണ്യമായി കുറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു ഓണ സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പല സ്ഥലങ്ങളിൽ നീലക്കുറിഞ്ഞി പൂക്കുകയും അപ്പോൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് നിരവധി സഞ്ചാരികൾ ഇപ്പം ഇടുക്കി ജില്ലയിലെ പല സെന്ററുകളും സന്ദർശിക്കുന്നുണ്ട്. ഇത് ജീപ്പ് സവാരി, ഹോം സ്റ്റേ, റിസോർട്ട്, അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെ കാര്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്തവണ പൂജ, ദീപാവലി അവധിക്കാലമായ ഒക്ടോബർ മാസത്തേക്ക് പ്രധാന റിസോർട്ടുകളിലെല്ലാം ഉത്തരേന്ത്യൻ സഞ്ചാരികളുടെ ബുക്കിംഗ് ലഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 10 മുതലാണ് ഉത്തരേന്ത്യൻ സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങുന്നതെന്നും ഇത്തവണ മിക്ക റിസോർട്ടുകളിലും മുറിവാടക പഴയ നിരക്ക് തന്നെയായിരിക്കുമെന്നും റിസോർട്ട് ഹോം സ്റ്റേ അസോസിയേഷനും പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.